ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ ഓഫ് നോളജ് ഹണ്ടർ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നോളജ് ഹണ്ടർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് USS ബേസിക് സയൻസ് രണ്ടാമത്തെ പാഠം ആസിഡുകളും ബേസുകളും ആ പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നേരെ നമുക്ക് ഓരോ ചോദ്യങ്ങളും നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യം വായിക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആസിഡുകളെ സംബന്ധിച്ച് ശരിയായതോ ഏതൊക്കെ? അപ്പോൾ താഴെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രസ്താവനകളിൽ ആസിഡുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതൊക്കെ? നമുക്ക് ഓരോന്നും വായിച്ചു നോക്കാം. ഒന്നാമത് ഇവിടെ കൊടുത്തിട്ടുണ്ട് വഴുവഴുപ്പ്. എന്താ മക്കളെ? വഴുവഴുപ്പ്. വഴുവഴുപ്പ് എന്ന് പറയുന്നത് ആസിഡുകളുടെ പ്രത്യേകത അല്ല, അത് ബേസുകളുടെ പ്രത്യേകതയാണ്. പിന്നെ പുളിരുചി ശരിയാണോ? പുളിരുചി ഉണ്ടല്ലോ. യെസ്, പുളിരുചി ഉണ്ടല്ലേ, അപ്പോൾ അത് ശരിയാണ്. പിന്നെ ലോഹവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു, നമ്മൾ പഠിച്ചു, അതും ശരിയാണ്. പിന്നീട് കാരരുചിയാണ്. കാരരുചി ആർക്കാ? കാരരുചി ആസിഡിനല്ല, കാരരുചി ആർക്കാണ്? അത് ബേസുകൾക്കാണ്, അപ്പോൾ അതും തെറ്റാണ്. ഓക്കെ. ഫിനോൾഫ്തലിൻ ചേർത്താൽ നിറമില്ല, അതും ശരിയാണ്. അപ്പോൾ 3 പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അത് 2ഉം പിന്നെ 3ഉം പിന്നെ നമ്മളുടെ 5ഉം. അപ്പോൾ 2, 3, 5 എന്നുള്ള ഓപ്ഷൻ ഏതാ? യെസ്, ഓപ്ഷൻ ബി ആണല്ലേ. സോ നമ്മളുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മളുടെ ആൻസർ വരിക. മനസ്സിലായല്ലോ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താ? ആസിഡുകളുടെ രുചി എന്താണ്? നമുക്കറിയാം ആസിഡുകൾക്ക് ഏത് രുചിയാണ്? പുളി രുചിയാണല്ലേ. ആസിഡുകൾക്ക് പുളി രുചിയാണ്. ഈ കാരരുചി എന്ന് പറയുന്നത് നമ്മളുടെ ബേസുകളുടെ രുചിയാണ് കേട്ടോ. ബേസുകൾക്ക് പൊതുവേ കാരരുചിയാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ആസിഡുകൾക്ക് പുളി രുചിയാണ്, ബേസുകൾക്ക് കാരരുചിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് ആസിഡാണ്? ഓപ്ഷൻ എ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, കാർബോണിക് ആസിഡ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് നമ്മളുടെ സൾഫ്യൂരിക് ആസിഡാണ് കേട്ടോ. ഏത് ആസിഡാണ്? സൾഫ്യൂരിക് ആസിഡാണ്. ഓക്കെ, യെസ്. അതേപോലെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ്. ഓക്കെ. അതേപോലെ കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് സോഡയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ്. ഓക്കെ, അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് വൈറ്റമിൻ സി. വൈറ്റമിൻ സി രാസപരമായി വൈറ്റമിൻ സി എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണെന്നാണ് ചോദ്യം. വൈറ്റമിൻ സി എന്നറിയപ്പെടുന്ന ആസിഡ് അസ്കോർബിക് ആസിഡാണ് കേട്ടോ. അസ്കോർബിക് ആസിഡാണ്. ഈ അസ്കോർബിക് ആസിഡ് തന്നെയാണ് നമ്മുടെ നെല്ലിക്കയിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് കേട്ടോ. നമ്മളുടെ നെല്ലിക്ക, ഗൂസ്ബെറീസ്, നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അത് അസ്കോർബിക് ആസിഡാണ്. അസ്കോർബിക് ആസിഡ് അറിയപ്പെടുന്ന വേറെ പേരെന്താ? വൈറ്റമിൻ സി. അപ്പോൾ ഇവിടുന്ന് 3 കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. വൈറ്റമിൻ സി എന്നറിയപ്പെടുന്ന ആസിഡ് അസ്കോർബിക് ആസിഡ് ആണെന്ന് പഠിച്ചു വയ്ക്കുക. അതേപോലെ നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡും അസ്കോർബിക് ആസിഡ് എന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടോ മക്കളെ, നമ്മളുടെ അസെറ്റിക് ആസിഡ്. ഈ അസെറ്റിക് ആസിഡ് എന്ന് പറയുന്നത് വിനാഗിരി, സുർക്കയിലുള്ള ആസിഡാണ് അസെറ്റിക് ആസിഡ്. അതേപോലെ ടാർട്ടാറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പുളിയിലുള്ള ആസിഡാണ്. ഓക്കെ. അതേപോലെ ഓക്സാലിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി, തക്കാളി അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് കേട്ടോ, ഓക്സാലിക് ആസിഡ്. ഓക്കെ. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. റബ്ബർ പാല് കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്. റബ്ബർ പാല് കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് അത് ഫോർമിക് ആസിഡാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഫോർമിക് ആസിഡാണ് റബ്ബർ പാല് കട്ടിയാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഫോർമിക് ആസിഡ് നമ്മുടെ ഉറുമ്പുകളുടെ ശരീരത്തിലുള്ള ആസിഡാണ്. ഈ ഉറുമ്പുകളുടെ ശരീരത്തിലൊരു ആസിഡ് ഉണ്ട്. ആ ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡാണ് കേട്ടോ. അതും കൂടെ ഒന്ന് മക്കൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഈ മാലിക് ആസിഡ് എന്ന് പറയുന്നത് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ്. ഓക്കെ, യെസ്. അടുത്തത് മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ്. നേരത്തെ പറഞ്ഞു മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏതാ? അത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ HCl എന്ന് എഴുതും കേട്ടോ, HCl. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്.
ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓക്കെ, താഴെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് കൃത്യമായിട്ട് നോക്കാം. മക്കളെ ശ്രദ്ധിച്ചോ. എല്ലാ ആസിഡുകൾക്കും പുളി രുചിയാണ്. എല്ലാ ആസിഡുകൾക്കും പുളി രുചിയാണ്. അത് ശരിയല്ലേ? ശരിയാണ്. അടുത്ത്, എല്ലാ ബേസുകൾക്കും പുളി രുചിയാണ്. അത് തെറ്റാ. ബേസുകൾക്ക് പുളി രുചിയല്ല, ബേസുകൾക്ക് കാരരുചിയാണ്. അടുത്തത്, എല്ലാ ആസിഡിനും ബേസിനും പുളി രുചിയാണ്. തെറ്റാണല്ലേ? എല്ലാ ആസിഡിനും ബേസിനും പുളി രുചി അല്ല, അപ്പോൾ അത് തെറ്റാണ്. അടുത്തത് എന്താ? എല്ലാ ബേസിനും കാരരുചിയാണ്. അത് ശരിയാണ്. എല്ലാ ബേസിനും കാരരുചിയാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? 2ഉം 4ഉം ശരിയാണ്. 1ഉം 3ഉം 2ഉം 4ഉം മക്കളെ ഒരു മിനിറ്റ്, സോറി ഇവിടെ നോക്കിയേ, 1ഉം അതേപോലെ 4ഉം ശരി. 1ഉം 4ഉം ശരിയാണ്, 2ഉം 3ഉം തെറ്റാണ്. ഞാൻ പറഞ്ഞപ്പോൾ മാറിയല്ലേ? സോ ഓപ്ഷൻ 4 വരും. ഓക്കെ അല്ലേ ആൻസർ? യെസ്. അടുത്തതിലേക്ക് പോകും. അടുത്ത മക്കൾ നോക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ആസിഡ് അല്ലാത്തത് കണ്ടുപിടിക്കാം. അപ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ ആസിഡ് അല്ലാത്തത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഒന്നാമത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇയാൾ ആസിഡാണ്. നൈട്രിക് ആസിഡ്, അയാളും ആസിഡാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, മക്കളെ ശ്രദ്ധിക്കുക, ഈ ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ബേസ് ആയിരിക്കും കേട്ടോ. എപ്പോഴും ഒരു പേരിൻ്റെ കൂടെ ഹൈഡ്രോക്സൈഡ് എന്ന് കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോ അതൊരു ബേസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആസിഡ് അല്ലാത്തത് ആരാ? യെസ്, ഇയാൾ ആസിഡ് അല്ല. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആസിഡ് അല്ല, അയാൾ ബേസാണ്. ബാക്കിയുള്ള 3 ആളുകളും എന്താ? ആസിഡാണ് കേട്ടോ. അടുത്തത്, ഉറുമ്പുകൾ കടിക്കുമ്പോൾ വേദന അനുഭവപ്പെടാൻ കാരണമെന്ത്? ഉറുമ്പുകൾ കടിക്കുമ്പോൾ വേദന അനുഭവപ്പെടാൻ കാരണമെന്ത്? ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? ഉറുമ്പിന് കൂർത്ത കൊമ്പുകൾ ഉണ്ടായതുകൊണ്ട്. അതല്ല. ഉറുമ്പിൻ്റെ ശരീരത്തിലെ ഫോർമിക് ആസിഡ് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി. അതാണ് കേട്ടോ. ഈ ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡാണ് ഫോർമിക് ആസിഡ്. നേരത്തെ പറഞ്ഞു, ആ ഫോർമിക് ആസിഡ് നമ്മുടെ ശരീരവുമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടാനുള്ള കാരണം. അതൊരു ചെറിയ തരം പൊള്ളലാണ് കേട്ടോ. വേദന എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തരം പൊള്ളലാണ്, ആ ആസിഡ് കൊണ്ടുണ്ടാകുന്ന പൊള്ളലാണ് കേട്ടോ. അപ്പോൾ ഫോർമിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. റെഡിയല്ലേ? അടുത്ത്, ബേസുകളുടെ സവിശേഷതയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ബേസുകളുടെ സവിശേഷതയിൽ ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചത് പുളിരുചിയാണോ? പുളിരുചിയല്ല. അടുത്ത്, നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നു. അതല്ല. മക്കളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ നീല ലിറ്റ്മസ് പേപ്പർ, ഈ ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാനുള്ള സംഭവമാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആരാണ്? അത് ആസിഡാണ്. ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആരാ? അത് ആസിഡാണ്. ഓക്കെ, ആസിഡാണ്. ഇനി അതല്ല, നമ്മളുടെ നേരെ തിരിച്ച് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആരാ? അത് ബേസുകളാണ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് മാറിപ്പോകരുത്. നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നത് ആസിഡ്, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നത് ബേസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ പറഞ്ഞോ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആരാ? അത് ആസിഡാണോ ബേസാണോ? നമ്മളിവിടെ പഠിച്ചു അല്ലേ? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന ആസിഡാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ്? ബേസിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ അത് സവിശേഷതയിൽ പെടൂല. വഴുവഴുപ്പുണ്ട്, ശരിയാണല്ലേ? വഴുവഴുപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻസർ. പിന്നെ നാരങ്ങ നീര് ഇതിനൊരു ഉദാഹരണമാണ്. നാരങ്ങ നീര് ബേസ് അല്ലല്ലോ, ആസിഡ് അല്ലേ? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകും. അടുത്ത ചോദ്യം എന്താ? നൈട്രിക് ആസിഡും മാർബിൾ കഷ്ണവും തമ്മിൽ രാസപ്രവർത്തനം നടന്ന് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായു ഭാഗത്ത് തീ കാണിച്ചാൽ എന്താണ് സംഭവിക്കുക? മക്കളിവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നൈട്രിക് ആസിഡ് എന്ന് പറയുന്നൊരു ആസിഡാണ്. മാർബിൾ കഷ്ണം എന്ന് പറയുന്നൊരു ബേസാണ്. മനസ്സിലായല്ലോ? സോറി. നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആസിഡാണ്. മാർബിൾ എന്ന് പറഞ്ഞാൽ എന്താ? മാർബിൾ എന്ന് പറയുന്നത് ഒരു കാർബണേറ്റ് ആണ്. അതായത് കാർബൺ അടങ്ങിയിട്ടുണ്ട്, കാർബണേറ്റ് ആണ്. അപ്പോൾ ആസിഡും, മക്കൾ ശ്രദ്ധിക്കുക, ഈ ആസിഡും ഈ കാർബണേറ്റും കൂടെ തമ്മിൽ രാസപ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ, ഒരു ആസിഡും ഒരു കാർബണേറ്റും കൂടെ
രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പുറത്ത് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്ത് വരിക. ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രത്യേകത ഇത് തീ അണയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വരും? തീ അണയും. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താ? മാർബിൾ തറയിൽ നാരങ്ങ വെള്ളം വീണാൽ എന്ത് സംഭവിക്കും? മാർബിൾ തറയിൽ മങ്ങലുണ്ടാവുന്നു. ശരിയാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, ഈ നാരങ്ങ വെള്ളം എന്ന് പറയുമ്പോൾ ഒരു ആസിഡാണ്. മാർബിൾ എന്ന് പറഞ്ഞാൽ ഒരു കാർബണേറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ആസിഡും ഒരു കാർബണേറ്റും കൂടെ തമ്മിൽ രാസപ്രവർത്തനം നടക്കും. അങ്ങനെ രാസപ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? മങ്ങൽ വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മങ്ങൽ വരും അല്ലേ? അപ്പോൾ അത് ആൻസർ വരും. അതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, വേറെ ഏതെങ്കിലും ഓപ്ഷന് ബന്ധമുണ്ടോ നമുക്ക് നോക്കാം. അടുത്ത് നോക്കുക, വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അത് തെറ്റാണ്. വ്യത്യാസം ഉണ്ടാവും, അപ്പോൾ അതല്ല. അടുത്ത ശ്രദ്ധിക്കുക, മാർബിളും സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നാരങ്ങ വെള്ളത്തിലുള്ള ആസിഡാണ്. നാരങ്ങയിലുള്ള ആസിഡാണ് സിട്രിക് ആസിഡ്. പ്രവർത്തിച്ച് മാർബിളിൻ്റെ സ്വാഭാവികത നഷ്ടമാകുന്നു. അതും ശരിയാണ് അല്ലേ? അതും ശരിയാണ്. ഓക്കെ, അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരി? എയും സിയും ശരിയാണല്ലേ? സോ നമ്മളുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി, എയും സിയും ശരി. അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം എന്താ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ആസിഡുമായി ചേരുമ്പോൾ ഹൈഡ്രജൻ വാതകം ലഭിക്കാത്തത്. അപ്പോൾ നോക്കുക, ഇവിടെ ഇരുമ്പ്, സിങ്ക്, മഗ്നീഷ്യം ഇവരൊക്കെ നമ്മളുടെ ആസിഡുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, രാസപ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജൻ കിട്ടും. പക്ഷേ ഹൈഡ്രജൻ കിട്ടാത്ത ഒരാൾ കാർബൺ. അതായത് കാർബൺ ആസിഡുമായിട്ട് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ കിട്ടൂല. അപ്പോൾ നിങ്ങളിവിടുന്ന് മനസ്സിലാക്കി വയ്ക്കുക, ഇരുമ്പ്, സിങ്ക്, മഗ്നീഷ്യം ഈ മൂന്നാളുകളും നമ്മുടെ ആസിഡുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജൻ കിട്ടും. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ലവണവും ജലവും ഉണ്ടാവുകയും ചെയ്യുന്നു. ആ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, ആ പ്രവർത്തനത്തിൻ്റെ പേര് നിർവിരീകരണമാണ് കേട്ടോ. നിർവിരീകരണം ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ. അതായത് ആസിഡും ബേസും കൂടെ കൂടിച്ചേരുക. ഇവിടെ ആൽക്കലി എന്ന് പറഞ്ഞാൽ ബേസ് ആട്ടോ മക്കളെ. ആൽക്കലി എന്ന് പറഞ്ഞാൽ ബേസാണ്. ഈ ആൽക്കലിയും ആസിഡും കൂടെ നമുക്ക് എന്താ പറയുക, ആസിഡും ആൽക്കലിയും കൂടെ കൂടിച്ചേരുമ്പോൾ അവിടെ ആസിഡിൻ്റെ സ്വഭാവം നഷ്ടപ്പെടും, ബേസിൻ്റെ സ്വഭാവം നഷ്ടപ്പെടും. പിന്നീട് അവിടെ ജലവും ലവണവും മാത്രം ഉണ്ടാവുക. ആ പ്രവർത്തനത്തിന് വിളിക്കുന്ന പേരാണ് നിർവിരീകരണം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ. നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എന്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡുകളാണ് മിനറൽ ആസിഡുകൾ? മിനറൽ ആസിഡ് എന്ന് പറഞ്ഞാൽ ധാതുക്കളിൽ നിന്ന് വേർതിരിക്കുന്ന ആസിഡുകളെയാണ് മിനറൽ ആസിഡുകൾ എന്ന് പറയുക കേട്ടോ. അടുത്തത്, കാസ്റ്റിക് സോഡയുടെ രാസനാമം. കാസ്റ്റിക് സോഡയുടെ രാസനാമം എന്ന് വെച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. 2 സാധനങ്ങളുണ്ട്, നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. അതായത് ഒന്ന് നമ്മളുടെ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ആരാ? സോഡിയം ഹൈഡ്രോക്സൈഡിന് വേറെ പേരാണ് നമ്മളുടെ കാസ്റ്റിക് സോഡ. ഓക്കെ, കാസ്റ്റിക് സോഡ. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ വേറെ പേരാണ് കാസ്റ്റിക് സോഡ. അതേപോലെ തന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ വേറെ പേരാണ് കാസ്റ്റിക് പൊട്ടാഷ്. കേട്ടോ, പൊട്ടാഷ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോരുത്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ കാസ്റ്റിക് സോഡ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ കാസ്റ്റിക് പൊട്ടാഷ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്താ? ഇവിടെ നമ്മൾ ചോദിച്ചു കാസ്റ്റിക് സോഡയുടെ രാസനാമം എന്താണെന്നല്ലേ? എന്താ മക്കളെ? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ചുരുക്കി എഴുതുന്ന പേരാണ് NaOH. അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അഗ്നിശമനിയുടെ മാതൃക നിർമ്മിക്കാൻ താഴെ പറയുന്നവയിൽ ഉപയോഗിക്കാൻ സാധിക്കാത്തവ ഏതാണ്? അപ്പോൾ നമുക്കറിയാം അഗ്നിശമനികളിൽ ഉള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ഈ ഓപ്ഷനിൽ ആരൊക്കെ തമ്മിൽ കൂടിച്ചേർന്നാലാണ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാത്തത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളുടെ ഉത്തരവായി.
അപ്പോൾ നോക്കി, വിനാഗിരിയും മാർബിൾ പൊടിയും ഇവർ ആണോ? അല്ല, ഇവർ രണ്ടാളും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അപ്പോൾ ഇവരല്ല. വിനാഗിരിയും അപ്പക്കാരും, അപ്പോൾ ഇവർ ചേർന്നാലും കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. വിനാഗിരിയും കുമ്മായവും ചേർന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. പിന്നെ നോക്കുക, വിനാഗിരിയും അലക്കുകാരവും, ഇതാണ് നമ്മളുടെ ഉത്തരം. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ വിനാഗിരി എന്ന് പറയുന്ന ആസിഡാണ്, അലക്കുകാരം എന്ന് പറയുന്ന ബേസാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ആസിഡും ഒരു ബേസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടൂല. അപ്പോൾ നമ്മളുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താണെന്ന് മക്കളെ നോക്കിക്കോണേ. കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടില്ലാത്ത വസ്തു അത് ചുണ്ണാമ്പാണ്. പഠിച്ചു വയ്ക്കുക, കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടില്ലാത്ത വസ്തു ഏതാ? ചുണ്ണാമ്പാണ്. ബാക്കിയുള്ള മാർബിള്, ചോക്ക്, മുട്ടത്തോട് ഇവരിലൊക്കെ കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. ചുണ്ണാമ്പിൽ കാൽസ്യം കാർബണേറ്റ് ഇല്ല. അടുത്തത് നോക്കിയേ, കാസ്റ്റിക് പൊട്ടാഷ്. കാസ്റ്റിക് പൊട്ടാഷ് മക്കളെ ശ്രദ്ധിക്കുക, കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാസ്റ്റിക് പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ ഏത് ഓപ്ഷനാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകും. അടുത്ത ചോദ്യം നോക്കുക. ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ മുട്ടയുടെ ഉണ്ടോ? മുട്ടയുടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. മുട്ടയുടെ പുറന്തോടിൽ വാതക കുമിളകൾ ഓക്കെ, അതായത് നോക്കുക, ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ ഫുള്ള് ക്വസ്റ്റ്യൻ ഇല്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ആസിഡ് ഉണ്ട്. ഓക്കെ, ഒരു ആസിഡ് ഉണ്ട്. ആ ആസിഡിലേക്ക് മുട്ടയുടെ പുറന്തോട് ഇട്ടു. അപ്പോൾ ആ മുട്ടയുടെ പുറന്തോടിൽ നിന്ന് വാതകത്തിൻ്റെ പൊള്ളകൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു ഗ്യാസാണ്. ആ ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് വാതകത്തിൻ്റെ കുമിളകളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ആസിഡും ഒരു കാർബണേറ്റും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡാണ് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരം വരിക. കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടില്ലാത്തൊരു വസ്തു നേരത്തെ പറഞ്ഞു, ആരാ? ചുണ്ണാമ്പാണല്ലേ. സോ ചുണ്ണാമ്പാണ് ഉത്തരം വരിക. റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് പോകും. മണ്ണിൽ കുമ്മായം ചേർക്കുന്ന അടിസ്ഥാനമായ പ്രക്രിയ അതേതാ? അത് ന്യൂട്രലൈസേഷനാണ്. കാരണം എന്താ വെച്ചാൽ, ഈ നമ്മൾ മണ്ണിൽ കുമ്മായം ചേർക്കാറുണ്ട്. അപ്പോൾ എങ്ങനത്തെ മണ്ണിലാണ് കുമ്മായം ചേർക്കാറ്? നമുക്കറിയാം, ആസിഡിൻ്റെ അളവ് കൂടിയ മണ്ണിലാണ് കുമ്മായം ചേർക്കുക. അപ്പോൾ ഈ കുമ്മായം എന്ന് പറയുന്ന ഒരു ബേസാണ്. അപ്പോൾ നമ്മൾ മണ്ണിൽ കുമ്മായം ചേർക്കുന്നതിനാ ആ ആസിഡിൻ്റെ സ്വഭാവം കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലേ. നമുക്കറിയാം, മണ്ണിൽ ആസിഡ്, ആ ആസിഡിലേക്ക് നമ്മൾ ബേസാണ് ചേർക്കുന്നത്. അപ്പോൾ ആസിഡും ബേസും കൂടി ചേരുകയാണ്. അപ്പോൾ ആ പ്രക്രിയ എന്താ? അത് ന്യൂട്രലൈസേഷനാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് പോകാം. ഏറ്റവും വീര്യം കൂടിയ സൂപ്പർ ആസിഡ് ഏത്? അത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ്. നിങ്ങളെ പഠിച്ചു വെച്ചോ, ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡാണ് ഏറ്റവും വീര്യം കൂടിയ സൂപ്പർ ആസിഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചേരുംപടി ചേർക്കുക. ഓക്കെ, നമുക്കൊന്ന് ചേർത്ത് നോക്കാം അല്ലേ. മക്കളെ ഇവിടെ നോക്കുക, നിങ്ങളോട് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് ഓപ്ഷനും തന്നിട്ടുണ്ട് കേട്ടോ. സോ മക്കളെ നോക്കുക. ഓക്കെ, സോ ഒന്നാമത് ആരാ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണല്ലേ. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല HCl. ഓക്കെ, അടുത്തത് എന്താ? അടുത്ത് നോക്കിയേ, ഫോസ്ഫോറിക് ആസിഡാണ്. ഫോസ്ഫോറിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല H3PO4 ആണ്. അടുത്തത് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല H2SO4. അടുത്തത് നൈട്രിക് ആസിഡാണ്. നൈട്രിക് ആസിഡിൻ്റെ നമ്മളുടെ കെമിക്കൽ ഫോർമുല HNO3. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഒന്ന് മാച്ച് ചെയ്യല്ലേ. 1 D ആയിരിക്കും, 2 C ആയിരിക്കും, 3 B ആയിരിക്കും, 4 A ആയിരിക്കും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. റെഡി? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്തതിലേക്ക് പോകാം. ആസിഡ് പ്ലസ് ലവണം. ആസിഡും ബേസും കൂടി ചേർന്ന് എന്താ കിട്ടുക? ജലവും കിട്ടും, ലവണവും കിട്ടും. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കാസ്റ്റിക് എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി ഏത് ഭാഷയിൽ നിന്നാണ്? ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്കുള്ള കമൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാസ്റ്റിക് എന്ന് പറഞ്ഞ പദം ഏത് ഭാഷയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം എന്താ? pH കൊണ്ട് അർത്ഥമാക്കുന്നത്. pHൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ
പി എച്ചിൻ്റെ ഫുൾ ഫോം ഇതാണ്, പൊട്ടൻസ് ഓഫ് ഹൈഡ്രജൻ. പൊട്ടൻസ് ഓഫ് ഹൈഡ്രജൻ ആണ് പി എച്ചിൻ്റെ ഫുൾ ഫോം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പി എച്ച് സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ, അതായത് പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? അത് ഓപ്ഷൻ ബി സൊറാൻസൺ ആണ് കേട്ടോ. സൊറാൻസൺ ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അവിടെ നിങ്ങൾ വേറെ കാര്യം കൂടെ പഠിച്ചു വയ്ക്കുക. ഈ 2 സയൻറ്റിസ്റ്റിൻ്റെ പേര് നിങ്ങൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. അതായത് നോക്കുക, ഈ കാവൻഡിഷ് ആണ്. ഈ കാവൻഡിഷ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് നമ്മളുടെ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഓക്കെ, ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാ? നമ്മളുടെ ഹെൻറി കാവൻഡിഷ് ആണ്. അതേപോലെ ഈ പ്രീസ്റ്റിലി കണ്ടോ, ഈ പ്രീസ്റ്റിലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. ഇതും കൂടെ നിങ്ങളൊന്ന് അവിടെ നിന്ന് പഠിച്ചു വയ്ക്കുക. എന്താ പഠിച്ചു വയ്ക്കേണ്ടത്? കാവൻഡിഷ്, ഹെൻറി കാവൻഡിഷ് എന്നാണ് ഫുൾ പേര്. അപ്പോൾ ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. പ്രീസ്റ്റിലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. മാറിപ്പോയത് കേട്ടോ. ഈ ഹൈഡ്രജന് പേര് കൊടുത്തത് ആരാന്ന് വെച്ചാൽ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ പേര് കൊടുത്തത് ലവോസിയർ ആണ് കേട്ടോ. ലവോസിയർ. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താ? സോപ്പ് നിർമ്മാണ പ്രക്രിയയായ സോപ്പീകരണം ഒരു ഡാഷ് പ്രക്രിയ കൂടിയാണ്. ഈ സോപ്പ് നിർമ്മിക്കുന്ന ആ ഒരു പ്രക്രിയ ഒരു നിർവിരീകരണ പ്രക്രിയ കൂടിയാണ്. അടുത്ത് നോക്കുക, പാലിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ്? പാലിൻ്റെ പി എച്ച് മൂല്യം 6.5 ആണ്. 6.5 ആണ്. നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ പി എച്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പി എച്ച് മക്കളെ നോക്കുക, ഈ പി എച്ച് എന്ന് പറഞ്ഞൊരു സ്കെയിലാണ്. ആ സ്കെയിൽ നോക്കുക, 1 മുതൽ 14 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കറക്റ്റ് നടുവിൽ 7 ആണ്. ഈ 7 കുറവാണെങ്കിൽ അവരൊക്കെ ആസിഡായിരിക്കും. 7 കുറവാണെങ്കിൽ അവരൊക്കെ ആസിഡായിരിക്കും. ഇനി 7 കൂടുതലാണെങ്കിലും അവരൊക്കെ ബേസ് ആയിരിക്കും കേട്ടോ. നിങ്ങളിതും കൂടി പഠിച്ചു വയ്ക്കുക. 7 കുറവാണെങ്കിൽ ആസിഡ്, 7 കൂടുതലാണെങ്കിൽ ബേസ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, ഈ പാലിൻ്റെ പി എച്ച് എത്രയാണ്? 6.5 അല്ലേ? 6.5 ആണ്. അപ്പോൾ ചെറിയ രീതിയിൽ എന്താണ്? ആസിഡാണ്. അടുത്തതിലേക്ക് പോകാം. നീറ്റു കക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു, അത് ഏതാ? നീറ്റു കക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു കാൽഷ്യം ഓക്സൈഡാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓർഗാനിക് ആസിഡുകളിൽ ഏറ്റവും വീര്യം കൂടിയ ആസിഡാണ് ഏത്? നമ്മളുടെ സൾഫോണിക് ആസിഡ്. ഓക്കെ, അടുത്തത് അസറ്റിക് ആസിഡിൻ്റെ മറ്റൊരു പേര്. എത്തനോയിക് കേട്ടോ. എത്തനോയിക് ആസിഡാണ് കേട്ടോ. അസറ്റിക് ആസിഡിൻ്റെ മറ്റൊരു പേരെന്താണ്? എത്തനോയിക് ആസിഡ്. അടുത്തത് ഒരു ചേരുംപടി ചേർക്കാനാണ്, അല്ലെങ്കിൽ ഒരു ക്രമത്തിൽ തിരഞ്ഞെടുക്കാനാണ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് മക്കളെ ശ്രദ്ധിക്കണേ. ഓക്കെ, ഇവിടെ നാരങ്ങ കൊടുത്തിട്ട്, നാരങ്ങയിലുള്ള ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡാണ്. നാരങ്ങയിൽ സിട്രിക് ആസിഡാണ്. അടുത്തത് മോര്, തൈര് എന്നിവയിലുള്ള ആസിഡ് ലാക്റ്റിക് ആസിഡാണ്. ഓക്കെ, ലാക്റ്റിക് ആസിഡാണ് മോരിലും തൈരിലുമുള്ളത്. അടുത്തത് നോക്കുക, ആപ്പിൾ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡാണ്. ഓക്കെ, അടുത്തത് എന്താ മക്കളെ? നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നത് അസ്കോർബിക് ആസിഡാണ്, വിറ്റാമിൻ സി. അപ്പം മക്കളെ നമുക്കൊന്ന് ചേർക്കാം. നിങ്ങൾ പറഞ്ഞു, ഇവിടെ നോക്കിയാൽ 1 ബി ആണ്, 2 എ ആണ്, 3 ഡി ആണ്, 4 സി ആണ്. അപ്പോൾ 1 ബി എന്നുള്ളതുണ്ട്, 2 ഓപ്ഷൻ ഉണ്ടല്ലേ. അപ്പോൾ ഇവർ രണ്ടാളും അല്ല. 1 ബി 2 എ എന്നുള്ള ഒറ്റ ഓപ്ഷനുള്ളൂ, ഓപ്ഷൻ സി. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻസർ വരിക കേട്ടോ. റെഡി? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ഓക്സാലിക് ആസിഡാണ്. അപ്പോൾ മക്കളെ, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു അടുത്ത പാർട്ട് വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ആ അടുത്ത പാർട്ട് വീഡിയോ വേണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഞാനൊരു താങ്ക് യു പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഏത് പാഠത്തിൻ്റെ ചോദ്യങ്ങളാണ് വേണ്ടതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിവേ, ബൈ.